ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അതും സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനോട് വളരെ അടുത്താണ്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ദൂരം നോക്കുവാണെങ്കിൽ നമുക്ക് 500 മീറ്റർ മാത്രമാണ് സീപോർട്ട് റോഡിലേക്ക്. ഇൻഫോ പാർക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 4.5 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ വെറും 6 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ എയർപോർട്ട് ഭാഗത്തേക്കാണെങ്കിൽ 24 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനടുത്ത ഒരു അപ്പാർട്ട്മെന്റ് നമുക്ക് അതും ഞാൻ ഈ പറയുന്ന റേറ്റിൽ കിട്ടുക എന്നുള്ളത് വളരെ ഒരു ലക്ക് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് മുമ്പായിട്ട് നിങ്ങൾ അതിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടെങ്കിൽ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് ടോട്ടൽ നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിൽ നോക്കുവാണെങ്കിൽ 4 ടവറുകളാണ് വരുന്നത്. 4 ടവറുകളിനകത്ത് ഒരു ടവറിലാണ് നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വന്നിട്ട് 3ാമത്തെ ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3rd ഫ്ലോറിൽ ലിഫ്റ്റ് ഫെസിലിറ്റി എല്ലാം തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന അപ്പാർട്ട്മെന്റിന്റെ സ്ക്വയർ ഫീറ്റ് 925 ആണ്. 925 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ നിന്നത് ഇതിന്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പൊ ഇവിടെ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഹാളാണ്. നമ്മൾ ആ കാണുന്ന ഡോറ് തുറന്നിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിന്റെ നമുക്ക് ലിവിങ്ങിനായിട്ട് അലോ ചെയ്തിരിക്കുന്ന സ്പേസിലാണ്. നമുക്ക് ഇവിടെ ആയിട്ടൊരു ലിവിംഗ് ഏരിയ കിട്ടുന്നുണ്ട്. അതിനുശേഷം അവിടെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത് ഡൈനിങ് സ്പേസ് ആണ്. നിങ്ങൾക്കറിയാം 925 സ്ക്വയർ ഫീറ്റ് ഒരു ഫ്ലോറിൽ നമുക്ക് കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരിക്കും ആ ഫ്ലാറ്റ് തീർച്ചയായിട്ടും വരുന്നത്. ഇത് ആക്ച്വലി ഒരു റീസെയിൽ ഫ്ലാറ്റ് ആണ്. ഇത് ഉപയോഗിച്ചൊരു ഫ്ലാറ്റ് ആണ്. ഇത് റീസെയിലിനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ നല്ല ഭംഗിയായിട്ട് പെയിന്റിങ്ങും മെയിൻ്റനൻസും എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന ഫ്ലാറ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് 4 വിൻഡോസ് വിസിബിൾ ആണ്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഈ ഡോർ തുറന്നാൽ നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ലൊരു ബാൽക്കണി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മറ്റുള്ള ടവറുകളും എല്ലാം തന്നെ വിസിബിൾ ആണ്. ഈ കാണുന്ന ഒരു ബാൽക്കണി കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചുവിടുത്ത ഈ ഒരു ഹാളിലേക്കും ഡൈനിങ് സ്പേസിലേക്കും ഒക്കെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് വീണ്ടും എക്സ്ട്രാ 2 വിൻഡോസ് കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം കിട്ടുന്നത്. 2 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മളുടെ ഒരു ബെഡ്റൂം വരുന്നത്. ഇതിനകത്ത് നമുക്ക് 2 സൈഡിലായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഫാൻ ലൈറ്റ് ഫെസിലിറ്റികളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു അലമാര നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന ആസിറ്റീസ് കണ്ടീഷനിലാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് എക്സ്ട്രാ ഒരു വാർഡ്രോബ് സ്പേസ് കൂടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ബെഡ്റൂമിന്റെ തൊട്ടടുത്തായിട്ട് വരുന്നത് നമുക്കൊരു കോമൺ ബാത്റൂം ആണ്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം ആണ് കിട്ടുന്നത്. അതുകൂടാതെ നമുക്ക് വാഷ് ഏരിയ ഇവിടെ ആയിട്ടാണ് കിട്ടുന്നത്. വാഷ് ബേസിനെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം നോക്കിയാലും കാണാം അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആണ്. 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയും ലൈറ്റ് ഫാൻ ഫെസിലിറ്റീസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കബോർഡിനായിട്ട് നമുക്ക് എക്സ്ട്രാ സ്പേസ് ഇവിടെ വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ബാത്റൂം വരുന്നത്. ഇത്രയും എന്താ പറയുക, റീസെയിലിനായിട്ട് ഇട്ടിരിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും വളരെ നീറ്റ് ആയിട്ടും ഒക്കെയാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. കിച്ചന്റെ ഒരു ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ആക്ച്വലി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഇവിടെ ഓൺ ചെയ്തിട്ടില്ല. ബിക്കോസ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരു കൺസേൺ എന്ന് പറയുന്നത് ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര ഇരുട്ടാണ്, വെളിച്ചമില്ല എന്നൊരു കംപ്ലൈൻറ്റ്സ് ഒരുപാട് പേര് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം യാതൊരു തരത്തിലുള്ള ലൈറ്റോ നമ്മുടെ ക്യാമറ ലൈറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ലൈറ്റോ ഒന്നും നമ്മൾ ഓൺ ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ ലാസ്റ്റ് എൻഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെ വിൻഡോസിന്റെ അടുത്തായിട്ടാണ് നമുക്ക് നമ്മളുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ആയിട്ട് നമുക്ക് പ്ലഗ് പോയിന്റ് ഉണ്ട്. അതുകൂടാതെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ഇവിടെയുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് 3 വിൻഡോസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഫ്ലാറ്റ് ഞാൻ പറഞ്ഞിരുന്നത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയേണ്ടത്. എറണാകുളം ജില്ലയിലെ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 500 മീറ്റർ മാത്രം മാറിയിട്ടാണ്. അപ്പൊ നമുക്ക് സീപോർട്ട് റോഡിലേക്ക് പെട്ടെന്ന് തന്നെ എത്താം. ഇൻഫോ പാർക്കിലേക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് 4.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താം. എല്ലായിടത്തേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാൻ സൗകര്യമുള്ളൊരു സ്ഥലത്താണ് ഈ കാണുന്ന ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു റീസെയിൽ ഫ്ലാറ്റ് ആണ്. ഓൾറെഡി ഉപയോഗിച്ചതാണ്. നല്ല രീതിയിൽ മെയിൻ്റനൻസ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ട ഈ ഒരു അപ്പാർട്ട്മെന്റ് ഒരു 2 BHK ആണ്. ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടും ഒരു കോമൺ ബാത്റൂം ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 925 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 925 ആണ്. ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുന്ന പ്രൈസ് 35 ലക്ഷം രൂപയാണ്. ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. 35 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഈ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. മാർബിൾ ഹോംസിൽ ഒരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ ഓണറുമായി നെഗോഷിയേറ്റ് ചെയ്ത് ഈ കാണുന്ന ഫ്ലാറ്റ് സ്വന്തമാക്കാവുന്നതാണ്. മറക്കണ്ട, എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.